ഹലോ, ഇന്ന് ചൂരമീൻ അച്ചാറാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ചൂരമീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം കൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് മീൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പം ഞാനൊരു അരമണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ മതി നമുക്ക്. അപ്പോൾ അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ഇനി അതിലേക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നീളത്തിനാണ് അരിഞ്ഞ് വയ്ക്കുന്നത്. ഞാൻ പച്ചമുളക് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നീളത്തിന് അരിഞ്ഞ് മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഇഞ്ചിയും ഒരിച്ചിരി വലിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും നീളത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അരിഞ്ഞ് വെച്ചു. ഇനി അതുപോലെ വെളുത്തുള്ളിയും ഒരു 10 അല്ലിയോളം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചു. ചെറിയ ഉള്ളി അതുപോലെ അത്യാവശ്യം കുറേ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബൗളിൽ കണക്കാക്കി എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിന് അരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം തന്നെ അച്ചാറിനിടാനുള്ള എല്ലാം തന്നെ അരിഞ്ഞ് ക്ലീനാക്കി മാറ്റി വെച്ചു. ഇനി പാത്രം ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്. ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ചെറിയൊരു ബ്രൗൺ കളർ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കുമാണ് ഞാൻ ബാക്കി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആദ്യം 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഉപ്പ്, ഇനി അതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ച മണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരേ സമയം തന്നെ നമുക്ക് ഇത് മീൻ പൊരിക്കുന്നതും ഇത് വഴറ്റുന്നതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മീൻ പൊരിക്കാനായിട്ട് എണ്ണ ചൂടായപ്പോൾ മീനെല്ലാം തന്നെ ഇട്ട് കൊടുത്തു. മീനെല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ സാധാ പൊരിക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അപ്പുറത്തെ സൈഡ് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ചൂരമീൻ അച്ചാർ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിപ്പോയി. എന്താണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായതിന് ശേഷം അതനുസരിച്ചാണ് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സക്സസ്സായി കിട്ടിയ ഒരു ഐറ്റം ആണ്, വൺ ഓഫ് ദി ഐറ്റംസാണ് ഈ ചൂരമീൻ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചേട്ടന് അതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത്. ഈ ചൂരമീൻ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ മീൻ കിട്ടാത്ത സമയങ്ങളൊക്കെ നമുക്ക് തൊട്ട് കൂട്ടാനായിട്ട് നല്ലൊരു കൂട്ടാനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റില്ല അത്രയും സന്തോഷം. അങ്ങനെ ഞാൻ ബാക്കി വന്ന മീനും അതിലേക്ക് ഇട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വഴറ്റി വെച്ച മിക്സിലേക്ക് ഈ മീനെല്ലാം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി ഒഴിക്കാതിരുന്നാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഞാൻ മാക്സിമം എല്ലാ അച്ചാറിലും വിനാഗിരി ഒഴിവാക്കാണ് ചെയ്യുന്നത്. പക്ഷേ ചൂരമീൻ അച്ചാറിൽ മാത്രം വിനാഗിരി ഒഴിവാക്കാൻ പറ്റില്ല. ആ വിനാഗിരി ഒഴിച്ചാലേ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ കുറേ ദിവസം ഇരിക്കണമെങ്കിലും വിനാഗിരി ഒഴിക്കണം. പിന്നെ മാക്സിമം വെള്ളം ഒന്നും ചേരാതിരുന്നാൽ അത്രയും നല്ലത്. വെള്ളം ആയിപ്പോയാൽ അത് ചീത്തായിപ്പോവും. അപ്പം വെള്ളമൊന്നും ഇല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതിന് നല്ല ടേസ്റ്റുള്ള ചൂരമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്.